തണ്ണീർമത്ത ദിനങ്ങൾക്ക് ഓഡിഷൻ ചെയ്തത് ഞാനും ഫ്രണ്ട്സൊക്കെ കൂടിയാ. മോർ ഓവർ നസ്ലിനെ ഓഡിഷൻ ചെയ്ത് ഞാനായിരുന്നു ഏറ്റവും ഫസ്റ്റ്. ബാക്കി എല്ലാവരും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു. നസ്ലിനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചൊന്നുമില്ല ഞങ്ങള്. കാരണം നസ്ലിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവൻ അന്ന് നമുക്ക് ഈ പടത്തിന് നായകനായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നായകനെ നമ്മൾ അന്വേഷിച്ചിട്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഗിരീഷോട് പറഞ്ഞു ഇവനൊക്കെ നായകനാക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട്. അവൻ വരുമ്പോ തന്നെ ഞാൻ അവിടെ കൊടുങ്ങല്ലൂരിൽ ഇങ്ങനെ വന്നപ്പോ അങ്ങനെ അപ്പൊ ഇങ്ങനോട് പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട, നീ പൊക്കോ. അല്ലേട്ടാ ഞാൻ ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ അല്ലടാ നീ സെലക്ട് ചെയ്ത് നീ പൊക്കോ. ഞാൻ ചെയ്യാ അങ്ങനെ അവനെ അപ്പൊ തന്നെ പൊക്കോ സെലക്ട് ചെയ്തു. അപ്പൊ തന്നെ അപ്പൊ അവന് മനസ്സിലായില്ലേ സെലക്ട് ചെയ്തത്. അത് പിന്നെ അവനെ മേളിക്കൊണ്ടൊരു ഡയലോഗ് ഓഡിഷൻ ചെയ്യിപ്പിച്ചു. അപ്പൊ അവന് മനസ്സിലായി. നസ്ലിന്റെ സ്പാർക്ക് എന്തായിരുന്നു? നസ്ലി പറഞ്ഞ പോലെ ഭയങ്കര ജെനുവിനാണ്. നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായില്ല, ഭയങ്കര ജെനുവിനാണ് അവരുടെ സംസാരം. ഒരു സിനിമയിൽ കണ്ട് അല്ലാത്തതായിട്ടുള്ള മുഖമാണ്. പിന്നെ എന്തൊക്കെയോ പുതിയതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവന്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ അവനിപ്പോ വേറൊരു രീതിയിലേക്ക് ആയി വരുന്നുണ്ട്. അവൻ കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ട് കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്.